ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കളിക്കാൻ പോവാണ് ഷ്രിം ഗെയിം. നമ്മൾ ഇപ്പോൾ കളിയിൽ തുടങ്ങാം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കേ, ഇപ്പോൾ നമ്മുടെ കളി തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്ന് നമ്മളിപ്പോൾ എന്തോ കളി തുടങ്ങാൻ പോവാം. പിന്നെ ഇവിടെ ഗാർഡ്സൊക്കെ ഉണ്ട്. ഗാർഡ്സ് എന്തോ ചെയ്യാൻ വന്നതായിരിക്കും. സ്ക്വിഡ് ഗെയിം സീസൺ 1 അല്ലെ സീസൺ 3? ഡിഫറൻസ് എന്തോ? സീസൺ 2, സോറി, സീസൺ 2. എന്തെങ്കിലും ആവും ഇപ്പോഴെങ്കിലും. പെട്ടെന്നാവും, പെട്ടെന്ന് 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 ഉമ്മാളുടെ തല എന്താ ഇങ്ങനെ കറങ്ങുന്നു? ഇപ്പം നിന്നു, പിന്നെ കറങ്ങുന്നു. നമ്മൾ കളിയിൽ ഇപ്പോൾ കയറുക. നോക്കാം, ഗേറ്റ് തുറന്നു വരുന്നത്. ഇത്രയും ഗ്ലിച്ച് എന്താ ഇതൊക്കെ? ഒന്നും കാണുന്നുമില്ല. നമ്മളിപ്പോൾ ഓടാൻ തുടങ്ങുന്നത്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തന്നെ മറന്നു പോയായിരുന്നു. അതിന് നമ്മൾ ഇവിടം വരെ ആയോളൂ. ഗ്രീൻ ലൈറ്റ്, റെഡ്. പേടിയാവുന്നു. ഫസ്റ്റ് ഗെയിമിൽ തോറ്റുപോയ ഒത്തിരി വലിയ നാണക്കേടാവും. ഇപ്പോൾ നമ്മൾ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവരൊക്കെ എന്തോ ഇത്രയും തലയാട്ടം? ആ പെണ്ണ് എങ്ങോട്ട് ഓടി പോചത്ത്. ഒരു ചെറുക്കനാണെങ്കിൽ ഗ്രീൻ ലൈറ്റ്. എനിക്ക് പെട്ടെന്ന് എത്തണം. എത്ര പെട്ടെന്ന് പറ്റുമല്ലേ? അപ്പോൾ ഞാൻ ചത്തേനെ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയായിരുന്നു. ഞാൻ പുതിയ സ്കിൻ മേടിച്ചായിരുന്നു. 43 റോബക്സായി. വേസ്റ്റ് ചെയ്യണ്ടായിരുന്നു. എൻ്റെ പണ്ടത്തെ സ്കിൻ തന്നെ മതിയായിരുന്നു. എനിക്ക് കുഴപ്പമില്ല, മേടിച്ചെങ്കിൽ മേടിച്ച്. ഇനി നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാറായി. പിന്നെ 30 സെക്കൻഡേ ഉള്ളൂ നമ്മുടെ. ഓൾമോസ്റ്റ് 30 സെക്കൻഡ്. ഓ ഷിറ്റ്, ഞാനാണെങ്കിൽ ചെറുതായിട്ട് അറിയാതെ. യെസ്, നമ്മൾ ഫസ്റ്റ് ഗെയിം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ സെക്കൻഡ് ഗെയിമിൽ നിങ്ങളെ കാണിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ലോബിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇവിടെ പൈസ വരുന്നു. ഇന്നെങ്ങാണ്ട് വല്ലതും ആവുമോ? ഞാൻ അടുത്ത കളി തുടങ്ങുമ്പോൾ നിങ്ങൾ കാണിക്കും. അടുത്ത കളി നമുക്ക് ചൂസ് ചെയ്യാൻ തരുന്നത് പെന്തലോൺ അല്ലെ ഡൽഗോണ. എനിക്ക് പെന്തലോൺ മതി. ഡൽഗോണയ്ക്കകത്ത് ഇപ്പോൾ ഒരു വേറെ ഷേപ്പൊക്കെ വരുന്നുണ്ട്. 6-7 വരുന്നു. പിന്നെ മോണാലീസ, റിയൽ മോണാലീസയുടെ അതും വരുന്നുണ്ട്. ഞാനത് കംപ്ലീറ്റ് ചെയ്ത്. നമ്മുടെ പെന്തലോൺ സ്റ്റാർട്ടായിരിക്കുന്നു. പിന്നെ എന്തോ ഇപ്പോൾ ഗാർഡ്സ് എല്ലാവരും ഇറങ്ങുക. ഇനി നമുക്കും ഇറങ്ങണം. ഇപ്പോൾ വരും. അതുകൊണ്ട് ഞാനാവും ഫസ്റ്റ്. എനിക്ക് തോറ്റു പോകണ്ടെന്നേ ഉള്ളൂ. പെട്ടെന്ന് തുടങ്ങിയോ? ഞാൻ അറിഞ്ഞുമില്ല. ഞാൻ ഇച്ചിരി മുന്നിലാണ്. എനിക്കറിയാം ഇതിൻ്റെ അകത്ത് എത്ര പവറാണ് വെക്കണ്ടേന്ന്. ചെയ്തു. ഇനി നമുക്ക് അടുത്തതായി ഇതിൽ എനിക്കറിയാം എത്ര പവറാണ് വെക്കണ്ടേ. മിഡലിൽ എങ്ങാണ്ടൊക്കെയാണ് പോകണ്ട. അപ്പോൾ മിഡലിന് ഇച്ചിരി കൂടുതൽ. ഇവിടെ ഇച്ചിരിയും കൂടെ ആ വരയിൽ, ഇച്ചിരിയും കൂടെ കറക്റ്റ് വരയിൽ. യെസ്. ഇനി നമ്മുടെ അടുത്തതാണ് ഡാങ്ജി, അങ്ങനെങ്ങാണ്ടായിരുന്നല്ലോ പേര്. നോക്കാൻ ചെയ്യാൻ പറ്റുമെന്ന്. എന്തോ ചെയ്യണ്ടേ? ഇങ്ങനെയോ? ഇച്ചിരി പാടായിരിക്കും. ഞാൻ തൊട്ടുമില്ല. ശേടാ, ഞാൻ തോക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോക്കണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ്. എനിക്ക് തോക്കണ്ട. ഐ ക്യാൻ ഡു ഇറ്റ്. ഓ, അറിയാ
ഇച്ചിരി ലേറ്റായിട്ട് ഞാൻ തൊട്ട്. അതിന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, എനിക്ക് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ് പ്ലീസ്. ഓ എനിക്ക് പേടിയാണ് സത്യമായിട്ടും. ലാസ്റ്റ് തോറ്റുപോയോ? ഓ ഫൈനലി ഞാനാണോ ഫസ്റ്റ്? അല്ല, ഇവിടെ നോക്കാം. ഫസ്റ്റ് ട്രൈ ആവണേ. അയ്യോ ഇതെനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളോ? സിമ്പിളാണല്ലോ. ജയിച്ച ലാസ്റ്റിലത്തെ എന്തൊരു സിമ്പിളായിരുന്നു. ഏറ്റവും സിമ്പിൾ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഡാക്ചി അല്ല, എന്തായിരുന്നു, കല്ലുക്ക് അങ്ങനെ വിളിക്കുക ഞങ്ങൾ. അത് ഇച്ചിരി പാടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഗെയിമായിരിക്കും ഗ്ലാസ് ബ്രിഡ്ജ് അല്ല ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ ഞാൻ അതിൽ കളിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അല്ലെങ്കിൽ ലൈറ്റ്സ് ഔട്ടും ആയിരിക്കും, അതെനിക്ക് ഷുവറല്ല. ഇപ്പോൾ എനിക്ക് ഓപ്ഷൻ തരുന്നത് മിങ്കിൾ കളിക്കണോ അല്ലെ സീസൺ 3യുടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണോ. ഹൈഡ് ആൻഡ് സീക്ക് പാടാ, അതിന് മിങ്കിൾ അതിൽ നിന്ന് ഇച്ചിരി സിമ്പിളാണ്. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് ആണെങ്കിൽ നമുക്കൊരാളിനെ കൊല്ലണം അല്ലെ ജീവിച്ചിരിക്കണം. ഇപ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, നമ്മുടെ ഗെയിം സ്റ്റാർട്ടായിരിക്കുന്നത്. ഞാൻ ഒച്ച വെച്ചേക്കാം. ഞാൻ നിൻ്റെ കൂടെ പോകും. ഓ ഞാൻ സേഫായി ഇവിടെ. ഓ ആദ്യമായിട്ടാണ് ഞാൻ ഗെയിമിൻ്റെ അകത്ത് മിങ്കിൾ കളിക്കുന്നു. അല്ലാതെ എനിക്ക് കളിക്കേണ്ട ചാൻസ് കിട്ടിയിട്ടില്ല. മിങ്കിൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചത്തു പോകും ഫസ്റ്റ് ട്രൈയിൽ. അതിന് ഇന്ന് എൻ്റെ ലെക്കാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എല്ലാവരും ചത്തു പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കാൻ പറ്റും. സൂം ഔട്ട് ആവത്തില്ല ഇത്രയും. നെക്സ്റ്റ് റൗണ്ട്. ഇങ്ങോട്ടോ വരും. ഓക്കെ. രക്ഷപ്പെട്ട് 3 പ്ലെയേഴ്സ് കിട്ടും നമുക്ക്. അവരുടെ ഇനി ആരെങ്കിലും ചത്തോന്ന് എനിക്കറിയത്തില്ല. ഒരാൾ ചത്തുവാണ്. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റൗണ്ട് ഒരാളുടെ വന്നാൽ മതി. അപ്പോൾ അയ്യോ, ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയായിരുന്നു. ഇത്ര നേരം ഞാൻ ചുമ്മാ കാര്യം പറയുമായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്തില്ല. അതിന് 3 ആളുകളുടെ റൂമാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഈ 3 ആളുകളുണ്ടായിരുന്നു. ഒരാളാണെങ്കിൽ ഞാനൊരു റൂമിൽ കയറാൻ നോക്കി, അതിനൊരു പെണ്ണ് കയറിപ്പോയി. അപ്പോൾ ഞാനാണെങ്കിൽ വേറെ റൂം നോക്കി. പിന്നെ അവിടെ 2 ആളുകളെ കണ്ടു. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി. അല്ലാണെങ്കിൽ ഞാനിപ്പോൾ പെട്ടേനെ. അപ്പോൾ ഞാൻ അടുത്ത കളിയാണ്. നെക്സ്റ്റ് റൗണ്ടിൻ്റെ അത് കാണിക്കുക. അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അല്ലേ ജംപ് റോപ്പ്. അതിന് ജംപ് റോപ്പ് ആയിരിക്കും സിമ്പിൾ. ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് ഗസ് ചെയ്യണമല്ലോ. അതിന് ജംപ് ബ്രിഡ്ജിലാണെങ്കിലോ ജംപ് റോപ്പിൽ നമുക്ക് ചുമ്മാ ചാടിയാൽ മതിയല്ലോ. അപ്പോൾ അത് സിമ്പിളായി. അതിന് ഞാൻ ഇതിൽ തോറ്റ ബ്രോ, ഞാൻ ചത്തോത്തില്ല ഇത്രയും പെട്ടെന്ന്. ഞാൻ ജയിച്ചിട്ടേ ഇരിക്കത്തുള്ളൂ ഞാൻ ഈ ഗെയിം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. ഫസ്റ്റ് ട്രൈ
നിൽക്കാതെ ഞാൻ ചെയ്ത്. ഒരാൾ ചത്തുകയും ചെയ്ത്. ഇല്ല ചത്തില്ല. ഇനി 100% ചത്തു. ബേക്കൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നു? ഓക്കെ ഞാനിവിടെ ഏറ്റവും പ്രോ എല്ലാ ആളുകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജമ്പ് റോപ്പ് ഫൈനലി കംപ്ലീറ്റഡ്. ഇനി നമുക്ക് അടുത്ത് അതിലേക്കോട്ട് പോകണം. അതാണ് നമ്മുടെ സ്ക്വിഡ് ഗെയിം അല്ലേ? സ്ക്വിഡ് ഗെയിം ലാസ്റ്റ് അല്ലേ അത്? എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ടഗ് ഓഫ് വോർ അല്ലേ? മാർവൽസ് അല്ലായിരിക്കും. ടഗ് ഓഫ് വോർ ആയിരിക്കും. എൻ്റെ കൊണ്ട് പോയി ടഗ് ഓഫ് വോർ ചെയ്യാൻ. ഞാൻ തോക്കത്തേ ഉള്ളൂ. ഞാൻ ഇത്തിരി കൊള്ളാതെ ടഗ് ഓഫ് വോറിൽ. നോക്കാം എങ്ങനത്തെ ആവുന്ന. സ്ക്വിഡ് ഗെയിം ആയിരുന്നു. സ്ക്വിഡ് ഗെയിം എടുക്കാം. എല്ലാവരും അതാ എടുക്കുന്നത്. സ്ക്വിഡ് ഗെയിം സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ സ്ക്വിഡ് ഗെയിം സ്റ്റാർട്ട് ആവാൻ പോവാ. പേടിയാന്ന്. ടീംസ് ആയിരുന്നെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാമെന്ന്. എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പൈസ. അങ്ങനെ പറ്റുമോ? ആർക്കറിയാം. ബട്ടൺ പ്രസ് ചെയ്യണം. ഇവിടെ പോയി എൻ്റെ റോഡ്. ബട്ടൺ ഞെക്കിയായിരുന്നില്ലേ? എന്തായാലും ഞാൻ ഞെക്കിയായിരുന്നു. ഞെക്കി നല്ലതായി. സ്പീഡ് ഓടണം. എനിക്ക് വേണം. ഞാൻ എടുക്കണം പ്ലീസ്. ഞാൻ എടുക്കണം. അല്ലേ ഞാൻ പെട്ട്. ഞാൻ എടുത്തില്ലെങ്കിൽ ഞാൻ പെട്ട്. ഞാനെടുത്ത് ആരോ എന്നെ അടിച്ച്. പിന്നെ റോഡ് കളഞ്ഞു. റോഡ് എൻ്റെ കയ്യിലുണ്ട്. രണ്ടെണ്ണത്തിന് പോയിരിക്കുക. ഇങ്ങനെ രക്ഷപ്പെട്ടവൻ. പേടി വന്നു. എനിക്ക് ജയിക്കണം പ്ലീസ്. ഞാൻ ജയിച്ച എൻ്റെ ജീവിതത്തിൽ അതുമായിട്ട് ഞാൻ സ്ക്വിഡ് ഗെയിം ജയിക്കും. ഇച്ചിരി മുന്നിലോട്ട് നിൽക്കും. അപ്പോൾ എനിക്കായിരിക്കും റോഡ് കിട്ടുന്നത്. എനിക്ക് തന്നെ മതി റോഡ്. ലാസ്റ്റ് 2 പ്രാവശ്യം റോഡ് എൻ്റെ കയ്യിലത്. ഇനി ലാസ്റ്റിലത്തെ എനിക്ക് ബേക്കിന് കിട്ടി. ഇത് പിടിച്ചിട്ടില്ല. ബേക്കിൻ്റെ കുണ്ടി എടുത്ത് പൊട്ടിക്കണം. ബേക്കിനെന്തോ ചെയ്യുക? ഒന്നും കഷ്ടാണോ? എന്നെ കൊല്ലാതെ പ്ലീസ്. ഡോണ്ട് കിൽ മീ ബ്രോ. ഡോണ്ട് കിൽ മീ. നോ കിൽ മീ. നോ കിൽ മീ. ഞാനിവർ രണ്ടുപേരും ഒറ്റയ്ക്ക് പിടിച്ച് കൊല്ലും. അങ്ങനെ ആയാൽ മതി. ബേക്കിനിവിടെ. ബേക്കൻ സൈഡിൽ മാറി വയ്ക്കുന്നു. പ്ലീസ് ഞാൻ ജയിക്കണം. എനിക്ക് ജയിക്കണം. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ജയിച്ചിട്ടില്ല. ഞാൻ ഓടാൻ നോക്കാം. ഇവിടെ നിന്ന് ഓടാൻ. ഹെൽത്ത് റിക്കവർ ആവില്ല. ഈ ബേക്കൻ എന്തോ എനിക്ക് തോറ്റുകൊണ്ട് എനിക്ക് ജയിക്കണം. I want to win.
എന്നാൽ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ കാണാം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതും. നേരത്തെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു, ഇന്ന് ചെയ്തേ പറ്റൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന്